ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വണ്ടിക്ക് ഒരു ചെറിയൊരു ഓൾട്രേഷൻ വർക്കാണ്. വേറൊന്നുമല്ല, വണ്ടിയുടെ മാറ്റ് ഒട്ടിക്കാനാണ്. അപ്പോൾ ആ മാറ്റ് ഒട്ടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ് എങ്ങനെയാണ് ഒട്ടിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വണ്ടീൻ്റെ അകത്തുള്ള സീറ്റുകളും മറ്റും ആദ്യം തന്നെ ഊരിയെടുക്കണം. ഞങ്ങളിപ്പോൾ ഊരി വെച്ചിരിക്കുകയാണ്. അതായത് എല്ലാ സീറ്റുകളും, ബാക്ക് സീറ്റിലെ ആ ഒരു ഇരിക്കുന്ന ഭാഗം അടക്കം ഫ്രണ്ട് 2 സീറ്റുകളും ഡ്രൈവർ സീറ്റും എല്ലാ കാര്യങ്ങളും ഊരിയെടുത്തതിന് ശേഷം മാത്രം ഈ ഒരു മാറ്റ് ഒട്ടിക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റ്, ഈ കാണുന്ന മാറ്റ് PVC ഫ്ലോർ മാറ്റാണ്. ഈ ഒരു മാറ്റാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇതിന് മീറ്ററിന് ഏകദേശം ഒരു 200 രൂപയോളം വരും. ഈ മീറ്ററിന് 200 രൂപ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി മാറ്റാണ്. നമുക്ക് 180ൻ്റെ മാറ്റും അതേമാതിരി 150ൻ്റെ മാറ്റും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു മാറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യും, അതായത് കുറേ കാലം നിൽക്കും. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു വണ്ടിക്ക് വേണ്ടത് ഒരു 4 മീറ്ററിൻ്റെ അടുത്ത്. 4 മീറ്റർ തികച്ചില്ലെങ്കിൽ 3.5 മീറ്ററിൽ കറക്റ്റ് ഷാർപ്പായി ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 4 മീറ്റർ എടുക്കുക, ഒരു 1/2 മീറ്റർ എക്സ്ട്രാ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ മാറ്റ് ചെയ്യുന്നത് ഇവനാണ്, എൻ്റെ ഫ്രണ്ടാണ്, അമലിനാണ് പേര്. ഫോം പറയും. എടാ അത് എത്ര അളവിലെടുത്താൽ മുറിക്കുന്നത്? 30 സെൻറ്റിമീറ്ററാ? 30 സെൻറ്റിമീറ്ററിന് 4 പീസാകും. അല്ല, 30 സെൻറ്റിമീറ്റർ 4 പീസാണോ ചെയ്യുന്നത്? അത് ഓക്കെ. അതായത് 30ൻ്റെ 2 എണ്ണം ഫ്രണ്ടിലേക്കും, അതായത് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും, 25ന് 2 എണ്ണം ബാക്ക് സൈഡിലേക്കായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ 4 പീസാക്കി ആദ്യം ഈ മാറ്റിനെ മാറ്റുക. 30ൻ്റെ 2 എണ്ണം, അതേപോലെ തന്നെ 25ൻ്റെ 2 എണ്ണം. അപ്പോൾ നമ്മൾ മാറ്റ് മുറിച്ച് വെച്ച പീസുകൾ ഓരോന്നായിട്ട് ഒട്ടിക്കണം. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വിരിക്കാം. അപ്പോൾ ഈ 2 മാറ്റുകൾ, അതായത് 30 സെൻറ്റിമീറ്ററിൻ്റെ 2 മാറ്റുകളും നമ്മൾ നല്ല രീതിയിൽ ഈ 2 ഭാഗത്തും വെച്ചതിന് ശേഷം അമർത്തുക. എല്ലാ ഭാഗത്തും ഒന്ന് അമർത്തി സീറ്റിംഗ് ആക്കുക. ഇത് മാക്സിമം എത്ര പേര് കയറ്റിയിടണോ? ആ മുകളിൽ വരിക കമ്പനി മാറ്റിൻ്റെ ആ മാക്സിമം എഡ്ജ് വരെ ഈ മാറ്റ് നമ്മൾ ചെയ്യണം. എന്നിട്ട് അവിടെ അമർത്തി വെക്കുക. ഓക്കെ, നമ്മൾ ഇനി മുതൽ ഒട്ടിക്കാനുള്ള പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് മതിയാവും. ഇതിപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് അല്ല, ഇത് സൂപ്പർ ക്യൂക്കാണ്. അതായത് ഫ്ലെക്സ് ക്യൂക്കിൻ്റെ അതേ ക്വാളിറ്റി തരുന്ന വേറൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇതായാലും മതി. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. അതായത് പ്ലാസ്റ്റിക് ഒട്ടിക്കാം, മെറ്റൽ ഒട്ടിക്കാം, റബ്ബർ, വുഡ്, ലെതർ, സെറാമിക്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്, അതായത് PVC ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വേണം. ഒരു 4 ഫ്ലെക്സ് ക്യൂക്കെങ്കിലും വേണ്ടി വരും ഒരു വണ്ടിയുടെ മാറ്റ് ഒട്ടിക്കാൻ വേണ്ടി. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ആ ഒരു മാറ്റിൻ്റെ പഴയ മാറ്റിനെ കണക്കാക്കി അത് കട്ട് ചെയ്ത്. വളരെ സിമ്പിളാണ് ഈ പരിപാടി. വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് തന്നെ ഇടാൻ പറ്റുന്നൊരു കേസേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം എവിടേക്കാണോ ഒരു പൊന്തി കിടക്കുന്നത്, ആ പൊന്തി കിടക്കുന്ന ഭാഗം മൊത്തം എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് മുകളിലും താഴെയായിട്ട് ഇട്ട് വെച്ചേക്കും. അപ്പോൾ എന്തായി, ആ ഒരു ഫിനിഷിങ് വരും. അങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ അത് ചെയ്തു വെച്ചേക്കും. ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ അവൻ ചെയ്യുന്നത് ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കിൻ്റെ മുകളിലുള്ള ഒരു നോസിലുണ്ട്. ആ നോസിൽ എന്തെങ്കിലും പിന്നോ അല്ലെങ്കിൽ സൂചിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഒന്ന് ഹോളാക്കി എടുക്കണം. അത് ടൈറ്റായി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് അവിടെ ഹോളായി കഴിഞ്ഞാൽ ആ ഒരു ഗമ്മ് പുറത്ത് വരാൻ തുടങ്ങും. ഈ ഗമ്മ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഒരുപാട് ഗമ്മായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയൊക്കെ പൊള്ളി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തന്നെ തുടയ്ക്കാനുള്ള തുണിയും മറ്റൊക്കെ സൈഡിൽ എടുത്ത് വെക്കുന്നത് ഒരു സേഫ്റ്റിക്ക് നല്ലതാണ്, ഒരു സേഫ്റ്റി പ്രിക്കോഷനാണത്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇത് എല്ലാ സൈഡും ഈ ഗമ്മ് തേക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചതിന് ശേഷം നമുക്ക് ജോയിൻറ്റ് വരുന്ന സൈഡ്, അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക പൊന്തി കിടക്കുന്ന ഭാഗങ്ങൾ, ഈ ഭാഗത്തൊക്കെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതേപോലെ അവൻ ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി.
ശ്രദ്ധിക്കണം, ഇത് മാറ്റിൻ്റെ മുകളിലേക്ക് ആയി കഴിഞ്ഞാൽ മാറ്റിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ അടിഭാഗത്ത് തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക, മുകളിലേക്ക് വരാൻ വേണ്ടി ചാൻസ് കൊടുക്കരുത്. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എവിടെയാണ് നമ്മൾ തേച്ചിട്ടുള്ളത് ആ ഭാഗം അമർത്തി പിടിക്കാം. ഒരു 3-4 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ അത് ഒട്ടിയിട്ടുണ്ടാവും. തേച്ച ആ ഭാഗം ഒട്ടിക്കഴിഞ്ഞ് ഇനി കുറച്ച് എഡ്ജിലേക്ക്, അതായത് മൊത്തത്തിൽ ആദ്യം തേക്കരുത്, കുറച്ചായിട്ട് നമ്മൾ ഒട്ടിച്ച് കൊണ്ടുവരണം. അത്രേ ഉള്ളൂ, നല്ല ഫിനിഷിംഗ് ആയി കിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഗിയർ നോബിൻ്റെ ഭാഗത്തും അതേമാതിരി തന്നെ സീറ്റ് ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തുമൊക്കെ നട്ടും അതേമാതിരി ബോൾട്ടുകളും ഫിക്സ് ചെയ്യാനുള്ള പോയിൻറ്റുകളുണ്ടാവും. ആ പോയിൻറ്റുകൾ കൃത്യമായിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ മാറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യണം. അതായത് ഹോളുകളൊക്കെ ഇടേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് ഹോൾ ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ഹോൾ ഇടാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇട്ടേക്കുക. പിന്നെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള നൈഫ് യൂസ് ചെയ്യണം കേട്ടോ. അതായത് നല്ല കത്തി വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഈ ഒരു നൈഫ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇത് ഷാർപ്പ് എഡ്ജ് നൈഫാണ്. ഇതാണ് മാറ്റിനും മറ്റും അതേമാതിരി സ്റ്റിക്കർ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. 10 രൂപക്കൊക്കെ കിട്ടുന്ന സാധനം, പക്ഷേ അത് വാങ്ങണ്ട. പകരം ഇതിനൊരു 25 രൂപ വരും ഈ ഒരു കത്തിക്ക്. അതായത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു കത്തി നല്ല ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള സാധനം. നിങ്ങളിതിൻ്റെ പേര് കാണുന്നതെന്നറിയില്ല. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടറാണ്. ഇത് നല്ലൊരു കട്ടറാണ്. ഇത് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, നട്ട് പുറത്തേക്കാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൻ്റെ നട്ടാണിത്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് നമ്മളിത് ശ്രദ്ധിക്കാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, പിന്നെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒട്ടിച്ച് വരുന്ന സമയത്ത് മാറ്റ് ഒട്ടിച്ച് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഈ നട്ടുകളും ബോൾട്ടുകളൊക്കെ ജസ്റ്റ് ഒന്ന് കീറിയതിന് ശേഷം അതിൻ്റെ അത് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ എന്തായി, നമുക്കത് കൃത്യമായിട്ട് പിന്നെ മാറ്റ് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ഊരി എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി, സീറ്റ് ഇട്ടാൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാറ്റ് ഒട്ടിക്കുന്നതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഫ്ലോർ മാറ്റിൽ ഒരു പീസ് 4 പീസാക്കി വെച്ചതിൽ ഒരു പീസ് ഏകദേശം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്കാണ്. സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനും പിന്നെ എഡ്ജുകളിലൊക്കെ ഒന്ന് ഈ ഒരു ഗമ്മ് തേച്ചിട്ട് ഫിക്സ് ചെയ്യാനും കൂടിയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഒരു 3 പീസും കൂടി നമ്മൾ ഇതേ രീതിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. ഈ ഒരു മാറ്റ് എന്തിനാണ് ഈ ഒരു വണ്ടിക്കൊക്കെ ഫിറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? മാറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു നല്ലൊരു ലുക്ക് കിട്ടും. രണ്ടാമതായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതിനെ കൊണ്ട്. അതായത് പൊടിയും മറ്റൊക്കെ കുടിയും കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കമ്പനി മാറ്റാണെങ്കിൽ കണ്ടില്ലേ, ഈ പൊടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടും. നമ്മൾ വൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ബ്രഷ് എടുത്ത് വടിച്ചാലോ ഒന്നും ഇത് കിട്ടൂല. പക്ഷേ ഇതിലാകുന്ന സമയത്ത് കണ്ടോ, കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈപ്പ് ചെയ്തെടുക്കാനും ജസ്റ്റ് ഒന്ന് ഒരു വെള്ളമാക്കി തുണിയിലൊരു വെള്ളമാക്കി ഒന്ന് ജസ്റ്റും കൂടി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഇവരുടെ കയ്യിൽ നിന്നൊരു ജ്യൂസോ മറ്റോ നിലത്ത് വീണെന്ന് വിചാരിക്കാം. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റിൻ്റെ മുകളിലാവുകയാണെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ നാറ്റം മാസങ്ങളോളം നിൽക്കും. എത്ര കഴുകി കഴിഞ്ഞാൽ അത് റെഡി ആവില്ല. അതേസമയം ഇതിലാണെങ്കിലോ, മാറ്റിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു മാറ്റ് ഇടുന്നതിനൊരു വണ്ടിക്ക്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. വെറുതെ ഇടുന്നതല്ല ഈ മാറ്റൊന്നും, ആവശ്യം കൊണ്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഈ വണ്ടി എനിക്ക് എൻ്റെ ഒരു ഫാമിലിയുള്ള ഒരാൾ മാറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ച സമയത്ത് ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞതാണ്.
അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിഞ്ഞൂടാ. പണി കഴിഞ്ഞതിന് ശേഷം പറയാം ക്ലിയർ ആവുമോ ഇല്ലയോ എന്നുള്ളത്. മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ നമ്മളെ ഫായ്സിൻ്റെ, അത് പിന്നെ എടുത്തിടേണ്ടി വരും. ചിലവളുടെ ശരിയാവും, ചിലവളുടെ ശരിയാവില്ല. എൻ്റെത് ശരിയാവുമോ എന്നുള്ളത് അറിയില്ല, നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഫിനിഷ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയുള്ള 3 ഭാഗങ്ങൾ, അതായത് ബാക്ക് സൈഡ് 2 എണ്ണം, ഫ്രണ്ട് സൈഡ് 1 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ ഈ ഒരു മാറ്റ് ഫിറ്റ് ചെയ്യുന്ന പണി മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ല, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ സംഭവം ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വലിയ പഴച്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഓക്കെ ആയിട്ടുണ്ട്. കൊള്ളാമെന്നതിന് വിചാരിച്ചത്, പക്ഷേ സംഭവം വർക്കൗട്ടായിട്ടുണ്ട്. ഏകദേശം ഫിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ അതിൽ സീറ്റും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത് ഒന്നും കാണാത്ത രീതിയിലാവും. സീറ്റും ഇവിടെയുള്ള കൗള് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ റെഡി ആവുന്നതാണ്. ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും. അപ്പോൾ സീറ്റ് ഫിറ്റ് ചെയ്യാൻ നിൽക്കാം. സീറ്റ് കഴിച്ച് പുറത്തിട്ടതാണ്, അടുത്ത് ഫിറ്റാക്കണം. വണ്ടിയിൽ ഈ സീറ്റ് ഫിറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു പോയിൻ്റ്, ഇതിന് 2 പോയിൻ്റ് ഉണ്ടാവും, അതായത് 1, 2, അതേമാതിരി തന്നെ ആ സൈഡും 2 പോയിൻ്റ് ഉണ്ടാവും. ഈ 2 പോയിൻറ്റും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു സ്ലൈഡിങ് ഭാഗം വന്നിട്ട് നല്ല രീതിയിൽ അലൈൻമെൻ്റ് ആയിട്ട് വേണം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത രീതി ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഒരു നമുക്ക് പുറകോട്ടും മുന്നോട്ടുള്ള സ്ലൈഡിങ് ഒന്നും നടക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ചെയ്യുന്ന സമയത്ത്. യെസ്, അപ്പോൾ ബാക്ക് സീറ്റ് നമ്മൾ കുടുക്കിയിരിക്കുകയാണ്. ബാക്ക് സീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടത്തെ 2 സീറ്റും കൂടെ ഇടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സീറ്റും അതേമാതിരി തന്നെ മുൻപിലെ സീറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പണികൾ മൊത്തം എടുത്തത് ഞാനൊന്ന് വീഡിയോ ഷൂട്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ചെറിയൊരു ബാക്ക് പെയിനും മറ്റുള്ളത് കൊണ്ട് വർക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു വർക്ക് മൊത്തം എടുത്തത് എൻ്റെ 2 സുഹൃത്തുക്കളാണ്. ഇത് ജിതുൻ, ഇടന്നും കൂടെ ക്യാമറ നോക്ക്, മതി ആയിട്ട് പണിയെടുത്തു. പിന്നെ വേറൊരുത്തനും കൂടെ ഉണ്ട്, അയാളെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്ന് വേറൊരു വണ്ടിയും കൂടെ മാറ്റ് ചെയ്യാൻ, 2 വണ്ടികളാണ് ഞങ്ങൾ മാറ്റ് ചെയ്യാൻ വിചാരിച്ചത്. പിന്നെ മാറ്റ് ഒട്ടിച്ച എൻ്റെ മറ്റൊരു സുഹൃത്താണ് അമൽ. ഒന്നും കൂടെ വയ്ക്കടാ, ഒന്നും പോകാൻ കാണിച്ചാൽ. മതി. അങ്ങനെ ഒരു വിധം ഈ വണ്ടിയുടെ മാറ്റ് ഒട്ടിക്കുന്ന മുഴുവൻ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. മാറ്റ് ഒട്ടിച്ചു, അതിനുശേഷം സീറ്റ് ഫിക്സ് ചെയ്തു. ഇനി എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് കാണാം. ഞാൻ തുറക്കാൻ പോവാണ്, ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. മാറ്റ് ഒട്ടിച്ചാണ് ഈ കാണുന്നത്. അതേമാതിരി തന്നെ സീറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു ലുക്കിൽ നിന്നും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ക്ലാസി ഫീൽ തന്നെ വരുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ചുകൂടി ഒരു ഉള്ളൊക്കെ ഒന്ന് വൃത്തിയായതുകൊണ്ട് തന്നെ ഇത് നമുക്കിത് ഓടിച്ച് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യും. ഈ മാറ്റ് ഒട്ടിക്കുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ ചിലപ്പോൾ മുഴുവനായിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തൊക്കെ ഒരുപാട് കൂടും. ഇതിന് ഏകദേശം നമുക്ക് ഒരു 3-4 മണിക്കൂർ സമയം ആവശ്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു 3 മണിക്കൂർ എന്തായാലും വേണം. വാക്യൂം ചെയ്യണം, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം.
നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പനി മാറ്റ് ഉണ്ടാവും. ഈ കമ്പനി മാറ്റിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കുക. അതായത് കമ്പനി മാറ്റിൻ്റെ അടിയിൽ വല്ല തുരുമ്പ് പിടിച്ചിട്ട് പൊട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഹോൾസ് വീണിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം വെൽഡ് ചെയ്യാൻ കൊടുക്കണം. അതായത് ഗ്യാസ് വെൽഡിങ്ങോ വല്ല ബോഡി വർഷോ കൊണ്ടുവരിക, അത് ആദ്യം വെൽഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ മാറ്റ് നമ്മളിടുക. എന്നുവെച്ചാൽ ഈ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിയിലുള്ള പൊട്ടലോ അല്ലെങ്കിൽ ഹോൾസോ തുരുമ്പോ ഒന്നും കാണാൻ സാധിക്കില്ല. അതുവഴി മഴക്കാലത്തൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ അടിഭാഗത്തൂടെ വെള്ളം കയറി പ്ലാറ്റ്ഫോം മൊത്തം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ കമ്പനി മാറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കിയിട്ട് അടിയിലോ മറ്റോ പൊട്ടലോ അല്ലെങ്കിൽ ഹോളോ മറ്റോ കുടുങ്ങിയിട്ടുണ്ടോ ആദ്യം നമ്മൾ കൺഫേം ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ സീറ്റ്സുകളൊക്കെ, അതായത് ഫ്രണ്ട് സീറ്റുകൾ, എന്താ പറയുക, ബാക്കത്തെ സീറ്റുകൾ, ഇതെല്ലാം തന്നെ അയച്ചു മാറ്റാം. അപ്പോൾ അത് അയച്ചു മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഫ്ലോർ, പഴയ കമ്പനി മാറ്റ് ഫ്ലോർ ഉണ്ടാവും, ഈ ഫ്ലോർ മൊത്തമായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് വാക്യൂം ചെയ്യാം. ഈ വാക്യൂം ക്ലീനർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഒരു ബ്രഷും അതേമാതിരി നമ്മളുടെ കയ്യിലുള്ള ക്ലോത്തോ എന്താണോ വൈപ്പ് ചെയ്യാൻ കിട്ടുന്ന സാധനങ്ങൾ അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക, ഫ്ലോർ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുക. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PVC ഫ്ലോർ മാറ്റാണ് വാങ്ങേണ്ടത്. പല ടൈപ്പ് PVC ഫ്ലോർ മാറ്റ് ലഭ്യമാണ്. അതിലേറ്റവും നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് തന്നെ വാങ്ങുക. ഫ്ലെക്സ് ക്യൂക്ക് വാങ്ങുക, ഒരു 4 എണ്ണം, പിന്നെ നല്ലൊരു കട്ടർ വാങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ കാര്യങ്ങൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി, അതായത് സണ്ണിൽ ഈ ഒരു വണ്ടിയിൽ മാറ്റ് ഒട്ടിക്കുന്ന പരിപാടി ഏകദേശം വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ബോറായിട്ടൊന്നുമില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവർ 2 പേരാണ് ഇന്നത്തെ എന്താ പറയുക നമ്മളുടെ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2 പേരോട് ഞാൻ താങ്ക്സ് പറയുകയാണ്, ജിതുൻ പിന്നെ അമൽ. അപ്പോൾ ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.